ഹായ്, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ തോമസ് ചേട്ടൻ്റെ സൈറ്റിലേക്ക് പോയിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. തോമസ് ചേട്ടൻ്റെ വീടിൻ്റെ അപ്സ്റ്റെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പുട്ടി വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ. വീട് പണി നടക്കുന്ന പോലെ തന്നെ ചുറ്റുമതിലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ കുരുമുളകിൻ്റെ വർക്കുകളും ഇപ്പോൾ തോമസ് ചേട്ടൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തോമസ് ചേട്ടൻ്റെ കുരുമുളക് ഒരുപാട് വഴുകി, കാരണം അത് തെയ്യൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ വർക്ക് നടക്കുമ്പോൾ അതേപോലെ ഇപ്പം ഈ റോഡ് തന്നെ നമ്മൾ എത്രയും ബുദ്ധിമുട്ടിയിട്ട് തോമസ് ചേട്ടൻ ഫുള്ള് ക്വാറി വേസ്റ്റ് എല്ലാം അടിച്ച് ശരിയാക്കിയത്. അപ്പോൾ ഒരുപാട് അവിടെ കുരുമുളകിൻ്റെ തൈകളൊക്കെ മുകളിലേക്ക് മാറ്റി വെച്ചു, കാരണം ഇത്രയും വലിയൊരു വീടും ചെയ്യുക, അതേ സമയത്ത് കുരുമുളകിൻ്റെ ഒരു കൃഷിയും കൂടെ ആകുമ്പോഴേക്ക് തന്നെ ആകെ സ്ഥലപരിമിതിയും എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടായിട്ടാണ് സത്യം പറഞ്ഞത് നടാത്തത്. ശരിക്കും ആ തെയ്യിൻ്റെ പ്രായം കഴിഞ്ഞു, വലിയൊരു നഷ്ടമാണ്. കാരണം അവിടെ പായയുടെ അടിയിലിരിക്കണത് കുരുമുളകിൻ്റെ തെയ്യാണ്. എന്തായി കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുന്ന് വെച്ചത് ഈ വർക്ക് തീരുന്നതിനോടനുബന്ധിച്ചിട്ട് ആൾ വെക്കും. അപ്പോൾ ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ വേറെ തെയ്യും കൂടി വെക്കാമെന്നാണ് ഇപ്പോൾ തോമസ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചൊന്നറിയില്ല, അമ്മൂനവിടെ ചെറിയൊരു പണി പാളിയായിരുന്നു. ആ ബെഞ്ചിൽ ഇരുന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വീഴാൻ പോയി. കാരണം ഞാൻ ചോദിച്ചു ആ വീഡിയോയിൽ അത് വന്നോന്ന്. അല്ല, പുട്ടിയിടുന്ന സൈറ്റാകുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ പോയി തൊട്ട് കഴിഞ്ഞാലും ഒന്നാമത് കറുപ്പ് ഡ്രസ്സാണ്, തൊട്ടോടത്തൊക്കെ മറ്റേ വെള്ളയിട്ട് മാറും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ വീടിൻ്റെ സ്ട്രക്ചർ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നിങ്ങൾ ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ കാണുന്ന അതേപോലെയാണ് നമ്മൾ ചുമര് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർ എപ്പോഴും നമ്മളാകെ അതിൻ്റെ മുന്നേ ഡയറക്റ്റ് പുട്ടിയിട്ടത് അങ്കമാലിത്തെ സൈറ്റ് മാത്രമല്ലേ, അത് ക്ലൈൻ്റാണ് ചെയ്തത്, ഇത് ഞങ്ങളാണ് ചെയ്യണത്. ഇപ്പോൾ 2 കോട്ട് പുട്ടി മാത്രം ഇട്ടൊരു ചുമരാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഞങ്ങൾ കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ മുകളിൽ 2 കോട്ട് പുട്ടി മാത്രം ഇട്ടിട്ടുള്ളൂ. പുട്ടി കട്ടിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പുട്ടി ബർജറിൻ്റെ എസ്റ്റീരിയൽ പുട്ടി, അതായത് വാട്ടർ പ്രൂഫിങ് പുട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, അപ്പോൾ നിങ്ങളൊക്കെ സാധാരണ ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരും മഴ കൊള്ളണ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന പുട്ടിയാണ്. അത്യാവശ്യം പൈസ ഉണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ പുട്ടിയാണ് നമ്മൾ ഡയറക്റ്റ് 2 കോട്ട്. ഇപ്പം നിങ്ങൾ ഇതേ കാണുന്ന മാതിരിത്തേലുള്ള ചുമരായിരുന്നല്ലോ നമ്മളത് കോൺക്രീറ്റിൻ്റെ ചുമരിൽ. ആൾക്കാർ എത്ര നമ്മൾ പറഞ്ഞാലും പിന്നെയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് പ്ലാസ്റ്ററിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് പുട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഫിനിഷിങ് കൂടും. അതിനിപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരിക പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ ചെങ്കല്ലിൽ ചെയ്യണ വീടല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴാണല്ലോ ഈ സോളിഡ് ബ്രിക്സ് ഇറങ്ങിയത്, ഇപ്പോൾ അടുത്ത കാലത്താണ്, അതായത് സിമൻറ്റ് കട്ട ഇറങ്ങിയത്. അതിന് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് ഒന്നില്ലെങ്കിൽ ചെങ്കല്ല്, അല്ലെങ്കിൽ ഇഷ്ടിക, അല്ലെങ്കിൽ മണ്ണിൽ തന്നെ നിർമ്മിക്കണ കട്ട. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ സിമൻറ്റ് വെച്ചിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തതായിരുന്നു. അതെന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ അതിൻ്റെ കളറ് പോകണം, പിന്നെ ഇതൊന്ന് മണ്ണും പൊടിയൊന്നും വീഴാൻ പാടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് അത്യാവശ്യമായിരുന്നു. പക്ഷേ കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ വരുന്ന സമയത്ത് പ്ലാസ്റ്ററിങ് വേണമെന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മളെ ചുമരും മെയിൻ സ്ലാബും ഏകദേശം സെയിം കളറായിരിക്കും, സെയിം കോൺക്രീറ്റുമാണ്. മെയിൻ സ്ലാബ് 5 ഇഞ്ച് തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമര് 4 ഇഞ്ച് തിക്നെസ്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മളുടെ ഭിത്തിയിൽ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ആ ചുമര്, ആ ഒരു ഫിനിഷിങ്ങാണ് ഇത് പുട്ടിയിടുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത്. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എങ്ങനെ ആക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ മാക്സിമം നമുക്കതിൽ എക്സ്പെൻസ് കുറയ്ക്കാനല്ലേ നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ എക്സ്റ്റീരിയൽ പുട്ടിയൊക്കെ ഇടുന്ന സമയത്ത് പുട്ടിയുടെ ഒരു എക്സ്പെൻസ് എന്തായാലും അധികം വരും കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ ജിപ്സം പുട്ടിയാണെന്നുണ്ടെങ്കിൽ അടക്കം ചിലപ്പോൾ ഈ ഒരു എക്സ്പെൻസ് വരില്ല. ജിപ്സം പുട്ടിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പുട്ടി ഇടുന്ന ആളും ഞാനും ഗ്യാരണ്ടി തരില്ല. ഇപ്പോൾ ഞങ്ങൾ സ്ട്രക്ചറിന് ഇപ്പോൾ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും, എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കി തരും. പക്ഷേ ഞങ്ങളെയും കൊണ്ട് തന്നെ ജിപ്സം പുട്ടി ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിപ്സം പുട്ടിക്ക് നമ്മൾ ഒരു ഗ്യാരണ്ടിയും തരില്ല. കാരണം നമുക്ക് വിശ്വാസമില്ലാത്ത സാധനത്തിന് എങ്ങനെ നമ്മൾ ഗ്യാരണ്ടി തരാൻ പറ്റുക. ഈ പുട്ടിക്ക് ഇപ്പോൾ എന്താ ഗ്യാരണ്ടി ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ വർഷങ്ങളായിട്ട് എല്ലാ വീടിൻ്റെയും പുറത്ത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം എക്സ്റ്റീരിയറിൽ ഇടുന്ന പുട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കണത്. അത് കാരണം കൊണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ എന്തായി കഴിഞ്ഞാലും അത്ര ഒരു വാട്ടർ കണ്ടൻറ്റോ അല്ലെങ്കിൽ നനയാനോ പോണില്ല. അപ്പോൾ പുറത്ത് ചെയ്യണേക്കാളും കൂടുതൽ ലൈഫ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇതിനും ഈ പുട്ടിയിടുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് 2 കോട്ട് പുട്ടിയിട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇതാണ് ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുന്നേ ഒരു കബോർഡിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, അത് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി എടുത്ത വീഡിയോ അല്ല. വർക്ക് ചെയ്യണ സമയത്ത് നമ്മളെ സ്റ്റാഫ് അവിടെ നിന്ന് എടുത്ത് എനിക്ക് അയച്ചു തരുന്ന വീഡിയോ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ പോയിട്ട് എടുത്തതാണ്. 2 കോട്ട് പുട്ടി
ചുമരുമ ഇട്ട അതേപോലെ തന്നെ നമ്മൾ ഈ ചെയ്ത കബോർഡിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഈ കബോർഡ് ചെയ്യാൻ പോണത് സ്പ്രേ പെയിൻ്റാണ് അടിക്കുക. ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കബോർഡിൽ നിന്ന് മാത്രമല്ല ഈ വീടിൻ്റെ ജനലും ഡോർ ഫ്രെയിമും എല്ലാം ഞാൻ സ്പ്രേ പെയിൻ്റ് അടിക്കും. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കില്ല, ക്ലയൻറ്റ് കേൾക്കില്ല. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു അൺഫിനിഷ്ഡ് വരുന്ന സമയത്താണ് ഇരുമ്പിൻ്റെ ജനലിനാണെങ്കിലും അതേപോലെ ഈ കബോർഡിനൊക്കെ ആൾക്കാർക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ജനൽ ആദ്യമേ ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞിട്ട് സ്പ്രേ പെയിൻ്റ് അടിക്കണമെന്ന്. പിന്നെ തോമസ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തോമസ് ചേട്ടൻ നമ്മൾ എന്താണോ പറയണത് അത് ഓക്കെയാണ്. വലിയൊരു വീടുകളൊക്കെ വെക്കുന്ന സമയത്തെ വിശ്വാസം എന്ന് പറയുന്ന സാധനം വലിയ ഒരു മസ്റ്റ് ഘടകമാണ്. അതിന് ഇങ്ങനെ തോമസ് ചേട്ടനെ പോലത്തെ ആൾക്കാരും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുക. അതായത് നമുക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരൻ്റെ ഒരു ആത്മാർത്ഥമായ സ്നേഹം നമ്മളോട് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് മനസ്സറിഞ്ഞിട്ട് ജോലി ചെയ്യാൻ പറ്റുക. എങ്ങനെ എത്ര ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓരോ വീടുകളും ചെയ്യണത് നമ്മളൊരു സിഗ്നേച്ചർ പോലെയാണ്. അതുകൊണ്ട് മാക്സിമം നന്നാക്കിയിട്ടാണ് ചെയ്യുക. പക്ഷേ എന്നാൽ കൂടി നമുക്ക് മനസ്സിന് വിഷമം തട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നന്നാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകാൻ തുടങ്ങും സൈറ്റുകൾ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീടിൻ്റെ പുട്ടിയിടൽ എൻ്റെ കരാറിൽ പെട്ടതല്ല, പക്ഷേ ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് നിന്ന് ചെയ്യണത്. തോമസ് ചേട്ടനും ഒന്നും അറിയണില്ല. ഞാൻ തന്നെ അവിടെ സ്റ്റാഫിനെ കൊണ്ടുപോയിട്ട് അവരെ നിർത്തി അവരെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു കൂലി നിശ്ചയിച്ചിട്ടാണ് അവരെയും കൊണ്ട് ചെയ്യിക്കണത്. അതേപോലെയാണ് ഇപ്പോൾ ഞാൻ തോമസ് ചേട്ടന് ഇപ്പോൾ ഈ മറ്റേ കബോർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഈ വിൻഡോസൊക്കെ സ്പ്രേ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്ന പണത് അത് തോമസ് ചേട്ടനെ പോലത്തെ ആൾക്കാരാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കങ്ങനെ ചെയ്യാനും തോന്നുക. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരാറ് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സ്ട്രക്ചറിനൊരു കരാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചിലപ്പോൾ ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ലോസ് ആയിരിക്കാം. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ നമ്മൾ ചെയ്തില്ലാത്തൊരു ഉപകാരം ചെയ്യണ സമയത്ത് അത് ലാസ്റ്റ് നമുക്കൊരു വിനയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കവിടെ ചെയ്തു കൊടുക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരാളെ വിശ്വസിച്ച് എന്താണോ അമൃതയും മനോജും പറയണത് അതാണ് തോമസ് ചേട്ടൻ്റെ അവസാന വാക്ക്. ഇപ്പോൾ ഈ കബോർഡ് ചെയ്തതും ഞങ്ങൾ മുന്നേ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊടുത്തിട്ടാണ്. കബോർഡിന് എത്രയാണോ പൈസ വന്നത് ആ പൈസ നേരെ തോമസ് ചേട്ടൻ ആൾക്ക് കൊടുത്തു. ഞാൻ അവരോട് തമ്മിലുള്ള കോർഡിനേഷനും ഫസ്റ്റ് കൊടുന്ന സൈറ്റ് കാണിച്ചതും അതൊക്കെ നമ്മളൊരു ഉത്തരവാദിത്വത്തിൽ, അതായത് തോമസ് ചേട്ടനോടുള്ള ട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആൾ സൈറ്റ് കൊടുന്ന് കാണിച്ചിട്ട് നമ്മൾ ചെയ്തു അല്ലേ. ഇപ്പോൾ നേരെ മറിച്ചിട്ട് ഇതൊരു ക്ലൈൻറ്റാ ചെയ്യുന്നതെന്ന് ഈ ഒരു ഭാഗം തന്നെ നമ്മൾ അറിയേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ പ്രവീണേട്ടൻ വരുന്ന സമയത്ത് പ്രവീണേട്ടൻ എന്നെ വിളിക്കുന്നു, കോർഡിനേഷൻ ചെയ്യണു, അവിടുത്തെ ആൾക്കുള്ള ബാക്കിയുള്ള സെറ്റിങ്സ് ഇതൊക്കെ നമ്മളാണ്. കാരണം അവർ പിന്നെ തോമസ് ചേട്ടനോടല്ല ചോദിക്കുക, കാരണം ഞാനാണ് അവർക്ക് പണി കൊടുത്തിരിക്കുന്നത്. പൈസ മാത്രം തോമസ് ചേട്ടൻ കൊടുക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിന് നമുക്ക് പൈസ അല്ല വേണ്ടത്, നമുക്ക് ആ ക്ലയൻറ്റിൻ്റെ ഒരു ഹാപ്പിനെസ്സും അല്ലേ, ഒരു അത് കിട്ടുമ്പോൾ ഈ സിമെന്റ് കാണുമ്പോൾ തന്നെ അത് നന്നായിട്ടുണ്ടല്ലോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തിക്നെസ് കാണിച്ചു തരുന്നത് ഞാനത് പറയാൻ മറന്നു പോയതാണ്. കാരണം നമ്മൾ വേറെ വീടുകളിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാത്യു സാറിൻ്റെ അവിടെ ചെയ്തത് മാത്യു സാറ് പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്തത്. അങ്ങനെ സാറ് പുറത്ത് കൊടുത്ത് ചെയ്തിട്ട് അത്രയും മോശപ്പെട്ട സാധനം സാറിൻ്റെ വീട്ടിൽ വെക്കൊണ്ടാണ്. ഇപ്പോൾ തോമസ് ചേട്ടൻ്റെ അതേപോലത്തെ ആളാണ് മാത്യു സാറും. അവിടെ ഓൾറെഡി നമുക്കൊരു ചതി പറ്റി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞത്, തോമസ് ചേട്ടൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ മനോജ് പറയണ പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്തോളൂ, നമ്മളാളെ കൊടുന്ന് തരാം അവരെയും കൊണ്ട് ചെയ്യിക്കാൻ. ഇപ്പോൾ അതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, നമ്മൾ ഈ സ്ട്രൈറ്റ് കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ചാണ്, ഇതിൻ്റെ ടോപ്പ് 1 ഇഞ്ചാണ്, ബാക്കിയുള്ളത് മാത്രം 3/4 ഇഞ്ച്. പക്ഷേ സാറിൻ്റെ അവിടെ അവരെല്ലാതും 3/4 ഇഞ്ച്. പിന്നെ അത് മാത്രമല്ല, ആ ലോഡ് വന്നപ്പോൾ ഞാനുണ്ടായിരുന്നു അവിടെ ഇറക്കാനായിട്ട്. സങ്കടം വന്നു പോയി. കാരണം ഞങ്ങൾ നാട്ടിലിത് ഒരുപാട് ചെയ്യണതാണ്. പ്രവീണേട്ടൻ ഇന്ത്യൻ്റെ പ്രൊജക്റ്റ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നമ്മളെ ഏറ്റവും വലുത് വിശ്വാസം മാത്രമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പരിപാടി നടക്കില്ല. നമ്മൾ ഒരാളെ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ പറയാറില്ലേ സുഹൃത്ത് ബന്ധം എന്നൊക്കെ പറയില്ലേ, വിശ്വാസമില്ലാത്തവനെ ഒരാൾ തുണക്കാരനാക്കുമോ? അങ്ങനെയാണെങ്കിൽ സംശയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. പ്രത്യേകിച്ചൊരു വീട് പണി നിങ്ങൾക്ക് ആർക്ക് നിങ്ങൾ കൊടുത്തോളൂ, കൊടുക്കണ ആൾ 100% വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ കൊടുക്കണ്ട അല്ലേ, സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ നമ്മൾ മുകളിലത്തെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. വർക്ക് വളരെ ഡിലേ ആണ്. ഞാനിതിൻ്റെ മുന്നേയും പറഞ്ഞു, നമ്മളെ സാഹചര്യം നമ്മളെ കൊണ്ട് ഓടി എത്തുന്നില്ല. അതുകൊണ്ട് ഈ വീടിന് താഴത്ത് 12 അടി ഹൈറ്റ് ഉണ്ട്, അതേപോലെ മുകളിൽ 11 അടി ഹൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വീടിന് ഷെയ്ഡ് ഇല്ല.
അപ്പോൾ ഈ ഷെയ്ഡില്ലാത്തതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. കാരണം ഈ ഇത്രയും ഹൈറ്റിൽ നിന്ന് ഷീറ്റ് ഇറക്കുക 10-26 അടിയായി ചുമര്, അത്രയും മുകളിൽ നിന്നൊക്കെ ഷീറ്റ് ഇറക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വൺ ടാസ്ക്കാണ്. അവരത് ചെയ്യണത് ഞാൻ അവരൊന്നും പറയില്ല. ഓരോ ദിവസവും ഒരു അപകടവും പറ്റാണ്ട് അവർ വർക്ക് ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് റിസ്ക്കാണ് അത്രയും മുകളിൽ നിന്നൊക്കെ ഇത്രയും വലിയ ഷീറ്റുകൾ ഇറക്കാനായിട്ട്. അപ്പം നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഓരോ മുകളത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴത്തെ വർക്കൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തോമസ് ചേട്ടൻ ഓൾറെഡി ഗ്രാനൈറ്റ് അടക്കം ഇറക്കി വെച്ചിരിക്കണം. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും തന്നെ ഇപ്പോൾ വലിയൊരു വീട് വെക്കണം. ആ വീട് വെക്കണത് എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് കയറി താമസിക്കാനാണല്ലോ. അപ്പോൾ ഗ്രാനൈറ്റ് ഇറക്കി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്ക് ഇനി ആകെ കോസ്റ്റ് വേണ്ടത് എംസാൻഡും ഇവരെ പണിക്കൂലിയും മാത്രമാണ്. അപ്പോൾ ഗ്രാനൈറ്റ് നമ്മൾ ആൾക്കാരനെയാണ് വിരിക്കണത്. അപ്പോൾ അതിന് പിന്നെ ആ എംസാൻഡ് സിമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നടന്ന് പോയിക്കോളും. അപ്പോൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഈ വർക്കുകളൊക്കെ ഒരേ സമയത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ പുട്ടിയിട്ട വീഡിയോസ് ഇപ്പോൾ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ വർക്കുകൾ കഴിയുമ്പോൾ നമ്മൾ അപ്ഡേഷൻ തരുന്നുള്ളത്. ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോസ് ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. ഞാനാണ് ഈ വീടിൻ്റെ വർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് വെൽഡറിങ് കൂടിയും കിട്ടാനുണ്ടായിരുന്നില്ല. അതാട്ടോ ഗ്രാനൈറ്റ് ഇരിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് ഇപ്പോൾ ഏകദേശം ഈ വീടിനുള്ള ഫുള്ള് ഗ്രാനൈറ്റ് സൈറ്റിലെത്തിയിട്ടുണ്ട്. ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ക്ലയൻറ്റിന് ഇതുവരെ സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. അത് ഏത് വീടാണെന്നുണ്ടെങ്കിലും 650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വീട് കുമ്പളത്ത് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. രാധാകൃഷ്ണേട്ടനും ഫാമിലി എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കണമെന്ന് അറിയോ. അതേപോലെ തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങി ഞങ്ങളെ തൊട്ടടുത്തുള്ള മുനീറാക്കക്ക് അന്നത്തെ പ്രൈസിന് ഞാൻ ആ വീട് ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളി ഹാപ്പി ആയിട്ടാണ് മുനീറാക്കനെ പോലത്തെ ആൾക്കാർ അന്നത്തെ കാലത്ത് വീട് ചെയ്ത ആൾക്കാർ. പിന്നെ അങ്ങനത്തെ ചെറിയ വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ മാത്യു സാറ് എനിക്കൊരു വലിയൊരു വീട്, അതായത് ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് എൻ്റെ ഈ ഒരു കൺസെപ്റ്റിനെ ഇഷ്ടപ്പെട്ട് ആൾക്ക് 100% എന്നെ വിശ്വാസം എൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ ഉറപ്പും കണ്ടിട്ടാണ് ആളെനിക്ക് ആ ഫസ്റ്റ് പ്രോജക്റ്റ് തന്നത്. ആ ഒരു വീടിൻ്റെ എത്ര മാസമായി ഇപ്പോൾ ഒരു മാസങ്ങളായില്ലേ താമസിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ഇപ്പോഴും ഞങ്ങളവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീടിൻ്റെ അല്ല, അവിടെ കുറച്ച് ഒരു സർപ്രൈസ് ആയിട്ട് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് വരും. അപ്പോൾ ഇനി ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീടുകളും അതിൻ്റെ ക്ലയൻസും ഞങ്ങളെ വിശ്വസിക്കുന്നവരാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്.